ഹലോ നമസ്കാരം. എൻ്റെ പേര് ചിന്നു. എൻ്റെ ചാനലിൻ്റെ പേര് ചിന്നു റിയാക്ട്സ് എന്നാണ്. എൻ്റെ ചാനലിടുന്ന വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രേണുസുധിയെക്കുറിച്ച് പറയാനല്ല, രേണുസുധിയുടെ യൂണിവേഴ്സിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് പറയാനാണ്. ആ ഒരാളിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് ഞാനിവിടെ കൊടുത്തിരിക്കാം, കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വ്യക്തി ഇന്ന് വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പുള്ളിക്കാരി ഒരു ഫോട്ടോഷൂട്ടിനാണ് വന്നത്. ആ ഫോട്ടോഷൂട്ട് എന്തായാലും വൈറലാക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പുള്ളിക്കാരി എന്താ വന്നതെന്ന് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം കേട്ടോ. കുറച്ച് നാള് വീട്ടിൽ തന്നെ ഒന്നിനും പോയില്ല. കുറച്ച് നാളത്തേക്ക് എല്ലാം വേണ്ടാന്ന് വെച്ചിരുന്നു. കേട്ടല്ലോ. അപ്പൊ പുള്ളിക്കാരി വീട്ടിലായിരുന്നു. അപ്പോൾ ആ ഓൺലൈൻ മീഡിയക്കാരൻ ചോദിക്കുന്നുണ്ട് ഷൂട്ടിനാരും വിളിച്ചില്ലേ എന്ന്. അപ്പോൾ പുള്ളിക്കാരി പറയുന്നു ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു, പക്ഷെ പോയില്ല, വീട്ടിലാണ് നിന്നത്. പക്ഷെ വീട്ടിൽ നിന്നപ്പോൾ മനസ്സിലായി ആരും തിരക്കുന്നില്ല, സോഷ്യൽ മീഡിയയിലൊക്കെ വന്നൊന്ന് മുഖം കാണിച്ചില്ലെങ്കിൽ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കി പുള്ളിക്കാരി വന്നു. പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു പത്തനാപുരംകാരിയാണ്. അതുകൊണ്ടായിരിക്കാം ആ ഓൺലൈൻ മീഡിയക്കാരൻ അവരോട് ചോദിച്ചു, ഗണേഷ് സാറിൻ്റെ ഇപ്പോഴത്തെ വിവാദങ്ങളെക്കുറിച്ച് ചോദിച്ചു, ഭാര്യയുമായിട്ടുള്ള. അപ്പോൾ പുള്ളിക്കാരി അതിന് വേണ്ടിയിട്ട് ഒരു അഭിപ്രായം പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. ഗണേഷ് കുമാറിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ എം. ഞാൻ എപ്പോഴും ഗണേഷ് സാറിനെ സപ്പോർട്ടാണ്. കാരണം പുള്ളി ഒരു തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ നാട്ടുകാരനായതുകൊണ്ട് ഞാൻ പറയല്ല, പുള്ളി തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഓരോരുത്തർ ഇഷ്ടമാണ്, ആരെ സ്നേഹിക്കണം, ആരുടെ കൂടെ ജീവിക്കണം. ആണിനും പെണ്ണിനും വല്ലവൻ്റെ വൈഫായാലും ഹസ്ബൻഡ് ആയാലും പരസ്പരം ഇഷ്ടമുണ്ടെങ്കിൽ ഒന്നിച്ച് ജീവിക്കാം, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം. അതൊരു തെറ്റല്ല നമ്മുടെ ഈ ഭരണഘടന അനുസരിച്ച് നോക്കുമ്പോൾ. അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരി എന്നും ഗണേഷ് സാറിൻ്റെ ഭാഗത്താണ്, അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. അതൊക്കെ വളരെ നല്ല കാര്യം. അത് നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം. എനിക്ക് മനസ്സിലാകാത്തത് ഏത് ഭരണഘടനയാണ് കല്യാണം കഴിച്ചാലും ആരുടെയെങ്കിലും ഭാര്യയായാലും ആരുടെയെങ്കിലും ഭർത്താവായാലും ഒരാണും പെണ്ണും കൂടെ ജീവിക്കാം, അവർക്ക് പരസ്പര സമ്മതത്തോടു കൂടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രായപൂർത്തിയായ ഒരാണിനും പെണ്ണിനും ഇത് സാധിക്കും, അത് ഭരണഘടന പറയുന്നുണ്ട്. ആരുടെയെങ്കിലും ഭർത്താവായാലും ഭാര്യയായാലും കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ടോ? എനിക്കറിയില്ല. ഇനി ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞ നിങ്ങൾക്ക് ഏത് ആർട്ടിക്കിളിലാണ് അത് വ്യക്തമാക്കുന്നത്? അതും കൂടി ഒന്ന് പറയാമോ? ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. നിങ്ങൾ ഈ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ ബെഡ്റൂമിൽ ഒരു പെൺകുട്ടിയെ കണ്ട, ഇതൊക്കെ ഭരണഘടന സമ്മതിക്കുന്നല്ലോ എന്ന് കരുതി നിങ്ങൾ വീട്ടിൽ പോയി ചായ ഇട്ട് കൊടുത്ത് ചോറും കൊടുത്ത് കൊച്ചു വർത്താനവും പറഞ്ഞ് അവിടെ ഇരിക്കുമോ? നിങ്ങൾ പ്രതികരിക്കില്ലേ? നിങ്ങൾ അവിടെ ഡിവോഴ്സ് ആവില്ലേ? പിന്നെ ഞാൻ കേട്ടിരുന്നൊരു വാർത്ത നിങ്ങൾ ഡിവോഴ്സ് ആണെന്നാണ്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ വരുന്നുണ്ട്, ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ. ഇനി ഈ ചേച്ചി തന്നെ എങ്ങനെയാ സോഷ്യൽ മീഡിയയിലേക്ക് വന്നത്? നമ്മുടെ അലന്ന ജോസ് പെരേരെ കള്ളക്കല്യാണവും കഴിച്ച്. ഇതിപ്പം ഗണേഷ് സാറിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കാണ്, ഭാഗം ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഭാഗം മിസ്റ്റേക്കാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കേണ്ട കാര്യമില്ല. ആ ഒരു ഭാഗവും കൂടി സംസാരിക്കുന്നുണ്ട്, നമുക്കത് കേൾക്കാം. അപ്പോൾ പുള്ളിക്കാരൻ ചെയ്തൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ വൈഫാണോ തെറ്റുകാരി എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും ഞാൻ വൈഫ് തെറ്റുകാരിയാന്ന് പറയും. കാരണം അവരിത്ര പബ്ലിക്കായിട്ട് നിന്ന് അത് പറയേണ്ട കാര്യമില്ല. അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, ആ പുള്ളിക്കാരിക്ക് ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയേണ്ട കാര്യമില്ല, ശരി, അത് കുടുംബത്തിന്റെ അകത്ത് തീർക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഡിവോഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തിനാ അത് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്? അത് നിങ്ങൾക്ക് പ്രൈവസി ആയിട്ട് വെക്കാൻ പാടില്ലായിരുന്നോ? നിങ്ങൾ എന്തിനാ വന്നിരുന്ന് പറഞ്ഞത്? അത് വൈറലാവാൻ വേണ്ടിയിട്ടാണോ? ഇനി നിങ്ങളാണ് ജാസിയെ ശുശ്രൂഷിക്കുന്നത്, ജാസിക്ക് മരുന്ന് വെച്ച് കെട്ടുന്ന ഒരു വളരെ അടുത്ത സുഹൃത്താണ്, എന്തിനാ നിങ്ങളത് പറഞ്ഞത്? നിങ്ങൾക്കത് പറയാതിരുന്നാ പോരായിരുന്നു? അതൊക്കെ പ്രൈവസി ആയിട്ട് വെച്ചാൽ പോരായിരുന്നു? നിങ്ങൾക്കത് സോഷ്യൽ മീഡിയയിൽ പറയേണ്ട കാര്യമുണ്ടെങ്കിൽ അവർക്കും അത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയേണ്ട ആവശ്യങ്ങൾ ഉണ്ടാവാം. ഇനി നിങ്ങൾ എന്താ നമ്മുടെ ധന്യയെക്കുറിച്ച് പറഞ്ഞത്, ഹെലനോസ് പാർട്ടിയെക്കുറിച്ച് വൈറലാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെന്താ ഈ സോഷ്യൽ മീഡിയ തുടങ്ങിയ സമയം മുതലേ ഉള്ള വ്യക്തിയാണ്? നിങ്ങൾ അപ്പോഴേ ഉള്ള യൂട്യൂബറാണോ? ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അതും രാഷ്ട്രീയപരമായിട്ടുള്ള നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു അറിവ് വേണം, എന്നിട്ട് വേണം സംസാരിക്കാൻ. നിങ്ങൾ ഈ സംസാരിക്കുമ്പോഴൊക്കെ നിങ്ങൾ ചിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, ആ ഗണേഷ് കുമാർ സാറിനെ അടിച്ച വിഷയങ്ങളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പറയുന്നുണ്ട് അടിയോ, എപ്പോഴാണ് അടിച്ചത്? നിങ്ങൾക്കത് അറിയില്ല. നിങ്ങൾക്ക് പണ്ടത്തെ ഒരു കാര്യവും അറിയില്ല. നിങ്ങൾക്ക് ഈ കഴിഞ്ഞ മെനിങ്ങാന്ന് നടന്ന ഗണേഷ് കുമാർ സാറിൻ്റെ കാര്യങ്ങളെ അറിയാവും. എന്നിട്ട് പറയാം ഞാൻ ആദ്യം മുതലേ അദ്ദേഹത്തിൻ്റെ ഭാഗത്താണെന്ന്.
അപ്പൊ പിന്നെ ആ വിഷയങ്ങളെ കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയില്ലേ? എന്തെങ്കിലും വന്നിരുന്ന് പറയുക, രേണു സുധിയെ പോലെ വൈറലാകുക, ഒരുപാട് ദിവസം നമ്മുടെ റിയാക്ഷൻ വീഡിയോക്കാരെടുത്തിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സന്തോഷമോ, കാരണം 10 പേര് അറിഞ്ഞല്ലോ എന്ന് വെച്ചിട്ട്. അപ്പം നിങ്ങൾ ചോദിക്കും ഞാനും അതിനല്ലേ വന്നിരിക്കുന്നെന്ന്. ഇതുപോലത്തെ വിഷയങ്ങൾ സംസാരിക്കാനും നിങ്ങൾ പറഞ്ഞ 10 പേര് അറിയാനും കൂടി വേണ്ടി തന്നെയാണ് ഞാനും വന്നിരിക്കുന്നത്. നിങ്ങൾക്കാവാമെങ്കിൽ ഞങ്ങൾക്കായിക്കൂടി. ശരിക്കും പറഞ്ഞാൽ എന്തായാലേ വെറും മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുക, എന്നിട്ട് അങ്ങ് വൈറലാവുക. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല കേരളത്തിൽ. ഈ ഒരു വിഷയം ഞാൻ കേട്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞ ദേഷ്യം വന്നിട്ടാണ് ഞാൻ ഈ ഒരു വിഷയം സംസാരിക്കാനായിട്ട് ഇപ്പോൾ വന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഞാൻ വീണ്ടും പറയുന്നു, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.